ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് ഹാവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ ചെയ്യേണ്ടിയിരുന്ന, എന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം നമ്മൾ ചെയ്യാതെ പോയിട്ടുള്ളതിനെ നമ്മൾ നിർബന്ധിച്ച് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സെൻറ്റൻസ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നീ എന്നെ വിളിക്കേണ്ടിയിരുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാം. യു ഷുഡ് ഹാവ് കോൾഡ് മീ, അതായത് യു കഴിഞ്ഞിട്ട് നമ്മൾ ഷുഡ് ഹാവ് ഇട്ടു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർബിൻ്റെ തേർഡ് ഫോമാണ്, V3 ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൾഡ്, അതായത് ചെയ്ത് കഴിഞ്ഞതാണ്, വിളിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് അവൻ സത്യം പറയേണ്ടിയിരുന്നു. ഈ ഷുഡ് ഹാവ് ടോൾഡ് ദ ട്രൂത്ത്. ടോൾഡ് അതായത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഷുഡ് ഹാവ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് വേർബിൻ്റെ തേർഡ് ഫോമാണ്, ചെയ്ത ഒരു പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ അവർ ഒരു കുട എടുക്കേണ്ടിയിരുന്നു എന്നുള്ളതിന് എങ്ങനെയാണ് പറയുന്നത്? ദേ ഷുഡ് ഹാവ് ടേക്കൺ ആൻ അംബ്രല്ല. അവരൊരു കുട എടുക്കണമായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് വണ്ണ്, നീ വാതിൽ പൂട്ടേണ്ടിയിരുന്നു. യു ഷുഡ് ഹാവ് ലോക്ക്ഡ് ദ ഡോറ്. ഡോറ് നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഷുഡ് ഹാവ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ലോജിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷുഡ് ഹാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ V3 ഫോം യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ നിർബന്ധിതമായിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോയതിനാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടി വരുന്നത്.